ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് കർണാടക ബാംഗ്ലൂർ അടുത്ത് ചിന്താമണി എന്ന സ്ഥലത്താട്ടോ. ഇവിടെ ശരിക്കും ആന്ധ്ര ബോർഡറൊക്കെ ആയിട്ട് വരും. ആന്ധ്ര ബോർഡറിലേക്ക് ഒരു 40 കിലോമീറ്ററേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ചിന്താമണിയിൽ ഇപ്പോൾ ഇവിടെ വന്നത് ഏകദേശം ഒരു 10-15 തവണയായി വരുന്നത്. ഇന്നിപ്പോൾ കാലത്ത് ഞാനൊരു വെളുപ്പിനൊരു 3 മണിക്ക് ഞാനിവിടെ കർണാടക എത്തിയാണ്, പ്രത്യേകിച്ച് ചിന്താമണി എത്തിയ കേട്ടോ. സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, എന്താ പറയുക. പിന്നെ തമിഴ്നാട്ടിലേക്ക് അങ്ങോട്ട് പോകാൻ കുറേ ഉണ്ട് കേട്ടോ, ഒസൂർക്ക് പോകാനൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഈ കാണുന്ന മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്യാനാട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കൂടിയുണ്ട്. ഈ റോഡ് മാർക്കറ്റിന് അത്രയും ആളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ല ആളുണ്ട്. ഇവിടെ ആണെങ്കിൽ അടിപൊളി. ന്യൂസ് പേര് എടപ്പറമ്പിൽ ഫാംസ്. പേരെന്നാണ്? കരുണാകരൻ. ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേരായിരുന്നില്ല. ഇത് വന്ന് വെജ് അല്ലേ? വെജ് റൈസ്, പിന്നെ ഓക്കെ ടൊമാറ്റോ റൈസ്, പിന്നെ ചട്നി, എഗ്ഗ്. അടിപൊളി. ശരി, ഇത് എவ்வளோ இருக்கு? 40 രൂപയ്ക്കാട്ടോ. 40 രൂപയ്ക്കാണ് കഴിക്കാൻ സെറ്റ് സാധനം. അടിപൊളി, സൂപ്പറാണ്, സൂപ്പർ. തമിഴ്നാടാ? തമിഴ്നാട് എങ്ക ഊര്? ശരി, ഓക്കെ, പാക്കലാമേ. ശരി, അപ്പോൾ അങ്ങനത്തെ കുറേ ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെന്താ പറയുക, ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ഓടി നടന്ന വീഡിയോ എടുക്കണം കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് ഞാൻ ശരിക്കും ഈ മാർക്കറ്റിൻ്റെ വീഡിയോ എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളെ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ട്രാൻസ്ജെൻഡറായ ചേച്ചി ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു ചേച്ചി കണ്ട, ഞാൻ സാധാരണ ചായ കുടിക്കുന്ന കട കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ, കാലത്ത് വന്നു കഴിയുമ്പോൾ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആളും ബഹളമൊന്നും ഉണ്ടാവില്ല, ഒട്ടും വെട്ടമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു ഗ്രൗണ്ട് മാത്രമായിരിക്കും. അപ്പോൾ അവിടെ ഇത് ഇത്തരത്തിലുള്ള 2-3 ചായക്കടകളുണ്ടാവും. ഓക്കെ, 2-3 ചായക്കടകളുണ്ടാവും, അത്ര എല്ലാം ഉണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ചായയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പോലെ എന്താ പറയുക, അപ്പം തന്നെ ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ ഇതല്ല. ഇത് ഫ്ലാസ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായ, ഫ്ലാസ്കിലാണ് ചായ. പ്രത്യേകിച്ച് ചായ ഗ്ലാസ് ഏതെങ്കിലും ഇത്രയേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ മാർക്കറ്റിന് മറ്റൊരു സൈഡിൽ വന്നേക്കാണ്. ഇവിടെ ഈ കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. കരിമ്പ് ജ്യൂസ്, ഈ കാണുന്ന കരിമ്പിൻ്റെ വണ്ണം നോക്കിയതല്ല, സൂപ്പറല്ലേ? കരിമ്പ് ജ്യൂസ് എவ்வளோ ആണ്? 35? 25 ഓക്കെ, 25 രൂപയാണ്. 25 രൂപ. പിന്നെ പശുവിന് പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, പശു ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പശുവിന് കൊടുക്കാനുള്ള തീറ്റയ്ക്ക് ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കിയേ, പുല്ല് വിൽപ്പനയ്ക്കാകും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, എவ்வளோ ആണ് അത്? 30 റുപ്പീസാ? ഓക്കെ, ശരി ശരി. വീഡിയോ ചായ ബസ്. ഇതിപ്പോൾ വേറെ ചായക്കടയുണ്ട് കേട്ടോ. ഭയങ്കര വെയിലിപ്പോൾ. പിന്നെ ഇവിടുത്തെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലത്ത് വന്നു കഴിയുമ്പോൾ ഷുഗർലെസ് കിടക്കുമോ? ഷുഗർലെസ് ടീ ഷുഗർലെസ്. ഒന്നാമത്തെ ഈ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകിച്ച് ഷുഗർ ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. ശരി, കാപ്പി മട്ടിങ്ങി കാപ്പി മാത്രമേ ഉള്ളൂ എന്നാ പറയണേ, ഷുഗർലെസ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കാലത്ത് ഞാൻ വന്നു കഴിയുമ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടുകിടാ ഇടിക്കുന്നത്. എന്നിട്ട് എൻ്റെ തോർത്തെടുത്ത് ഞാനിവിടെ വട്ടം ഇട്ടേക്കാറുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. ഇപ്പോഴാണ് ചെറിയൊരു ചൂടൊക്കെ വന്നത്. ഇപ്പോൾ സമയം 8 മണിയായില്ലേ, ഏതാണ്ട് 7 മണി വരെയൊക്കെ നല്ല തണവാറാണ് ഇപ്പോഴും. കർണാടകയുടെ മണ്ണ് എങ്ങനെയുണ്ട്? സാധാരണക്കാരായ കർഷകരാണ്, ഇഷ്ടം പോലെ സാധാരണക്കാരായ കർഷകരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ചിന്താമണി എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇങ്ങോട്ട് അങ്ങനെ എപ്പോഴും ബസ്സൊന്നുമില്ല. ശരിക്കൊരു കുഗ്രാമമാണ് അതിരിക്കുന്നത്, ശരിക്കൊരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കാലത്ത് ഒരു 9 മണി 9:30 ആകുമ്പോൾ ആലുവയിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് പിന്നെ നേരെ സേലത്തൊരു വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ എത്തി. പിന്നെ അവിടെ നിന്ന് നേരെ ഇവരുടെ ഈ മാടുവണ്ടി ഉണ്ട്, ഇതുപോലത്തെ വലിയ വണ്ടിയുണ്ട്. അതുപോലത്തെ വലിയ വണ്ടിയിൽ കയറി നേരെ ഇങ്ങോട്ട് പോരാണ്. അപ്പോൾ ഈ മിക്കവാറും വെളുപ്പിനാകുമ്പോഴേക്കും കിട്ടും. ഇവിടെ ചായ റെഡിയാണ്. വാ, ചെറിയ ഗ്ലാസ്സിൽ. എനിക്ക് എൻ്റെ വലത് കണ്ടി പിടിച്ചിട്ട് എനിക്ക് പറ്റണ്ടായില്ല. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ചായ ഗ്ലാസിൻ്റെ ആ ഒരു വലിപ്പം കണ്ട, ഇത്രയേ ഉള്ളൂ. ചായക്കടക്കാരൻ ചിരിക്കുന്നത് കാരണം വെച്ചാൽ ഭയങ്കര ചൂട് കാരണം എൻ്റെ കൈ പൊള്ളണേ.
കാപ്പിയാണ്. എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ആ ഒരു കാപ്പിക്കുരുവിൻ്റെ ആ ഒരു ശരിക്കൊരു ഫീൽ ഉണ്ട് അത്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് കർണാടകയിൽ വരുന്ന ഈ കാണുന്ന മാർക്കറ്റിൽ സ്ഥിരമായിട്ട് വന്നാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു മാർക്കറ്റിലേക്ക് സിനോബി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു മാർക്കറ്റ് കാണുന്നത് ഭയങ്കര ആഗ്രഹം പറയുന്നുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ദൂരമാണ്. നമുക്ക് കാറിന് ഓടിച്ചു വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വൺ സൈഡ് 700 കിലോമീറ്റർ ഉണ്ട്. അതായത് ഞാൻ ഈ ഒരു മാർക്കറ്റിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും 1400 കിലോമീറ്ററിലധികം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടാവും ഒറ്റ ദിവസം. വളരെ ബ്യൂട്ടിഫുൾ അല്ലേ. ഞാൻ ഈ ചായ എടുത്തുകൊണ്ട് ജസ്റ്റ് മുന്നോട്ട് പോവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറേ ചെറിയ ഫുഡ് കോർട്ടുകൾ, ഇപ്പം നമ്മുടെ അവിടുത്തെ സിറ്റിയിൽ ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കോർട്ട്, അങ്ങനത്തെ ഉള്ള ചെറിയ മരത്തിൻ്റെ താഴെയും ഒക്കെയുള്ള ചെറിയ ഫുഡ് കോർട്ടുകൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഒരാളെ ഇപ്പോട്ട് ആ ചേട്ടൻ്റെ പേര് രാജേഷാണ്. ഈ കാണുന്ന ഫുഡ് കോർട്ടുകളിൽ നമുക്ക് ഇറച്ചി മീനൊന്നും കിട്ടില്ല. മുട്ട കിട്ടും, പിന്നെ എന്താ പറയുക, തക്കാളി ചോറ് കിട്ടും. അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ ചിക്കൻ, മീറ്റ്, അതായത് ബീഫ് ഒന്നും കിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ അടുത്ത ഫുഡ് കോർട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടുത്തെ ഈ കാണുന്നത് ചേച്ചി ചായക്കട കേട്ടോ. ഭയങ്കര ബഹളം. ഇപ്പൊ അടുത്തൊരു ചായക്കട കാണിച്ചാലേ. അത് അടുത്തൊരു ഫുഡ് കോർട്ടാണ്. എങ്ങനെയുണ്ട് ചായകാലി? ഈ സ്ഥലത്തെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മീൻസ് അതായത് ഇപ്പോൾ തമിഴ്നാട് ചെന്ന് കഴിഞ്ഞാൽ തമിഴ് മാത്രമേ കേൾക്കുള്ളൂ എന്നുള്ള വിചാരം വേണ്ട. കാരണം വെച്ചാൽ തമിഴ്നാട് കർണാടക ബോർഡർ ആ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ, ഈ തമിഴ്നാടിൽ നിന്ന് ഒരു 50 കിലോമീറ്ററേ ഉള്ളൂ കർണാടകയ്ക്ക് എന്നുള്ള സ്ഥിതി വരുമ്പോൾ ശരിക്കും നമുക്ക് കേൾക്കാൻ പോകുന്നത് തമിഴ് മാത്രമായിരിക്കില്ല, കന്നഡ ഉൾപ്പെടുന്ന തമിഴായിരിക്കും കേൾക്കാം. പക്ഷേ ഇതിപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 40 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ആന്ധ്രയിലേക്ക്. അതുകൊണ്ട് ഇവിടെ കേൾക്കുന്ന കന്നഡയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കേൾക്കുന്ന കന്നഡയ്ക്ക് തെലുങ്ക് കൂടിയ കന്നഡയാണ്. സോ ഒന്നും മനസ്സിലാവില്ല. മീൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാവുകയും ചെയ്യും. അത് തിരിച്ചു പറയാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും മനസ്സിലാവും. പക്ഷേ ഇത് ഒന്നും മനസ്സിലാവാത്തൊരു ഭാഷയാണ്. ഞാൻ കാലത്തെ വന്നപ്പോൾ തന്നെ ചായ കുടിച്ച കട കാണിച്ചു കേട്ടോ. കാലത്ത് ഞാൻ വന്നപ്പോൾ ഇവിടെ ഞാനും ആ കാണുന്ന ചായക്കടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ആളോ ബഹളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന ഇത് കാണിച്ചു തരാം. കാലത്തെ ഞാൻ വന്നപ്പോൾ ആ ചേട്ടനും ചേച്ചിയും പിന്നെ ഞാനും ആ ചായക്കടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യെസ്, ഇതാണ് മാർക്കറ്റ്. ഇഷ്ടംപോലെ ആളും ഇഷ്ടംപോലെ പശുക്കളും ഓക്കെ. എങ്ങനെയുണ്ടോ നോക്കിയേ, സെറ്റല്ലേ? ഇപ്പോൾ ആ ചേച്ചിയുടെ ആ ഒരു പ്ലാസ്റ്റിക് കൊട്ടയിലുണ്ടോ, ഇത് നിലക്കടലയാണ്. അതും മറ്റേ തുണ്ട് കളയാത്ത നിലക്കടല. ആ ഒരു ചെറിയ പാക്കറ്റിന് 10 രൂപ കേട്ടോ. പിന്നെ നിങ്ങൾ പശുവിൻ്റെ വാങ്ങലും വിൽപ്പനയും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടോട്ടോ. അതായത് ഇങ്ങനെയാണ് പരിപാടി. അതായത് ശരിക്കും ഭയങ്കര വാക്ക് തർക്കം ഉണ്ടാകും, പ്രൈസിനെ ചൊല്ലിയുള്ള തർക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെ ചെറിയൊരു പിടിയും വലിയും ചെറിയ ഉന്തും തള്ളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ മാർക്കറ്റിൻ്റെതായ രീതിയാണ്, മാർക്കറ്റിൻ്റെ നിയമം അത്. ഇത് അലിഖിത നിയമം എന്നൊക്കെ പറഞ്ഞ പോലെ മാർക്കറ്റിൻ്റെ നിയമമാണ്. അപ്പം എന്താ പറയുക, ഇപ്പം കണ്ടോട്ടോ ചെറിയൊരു ബഹളമൊക്കെ വെക്കും. ഇത് വില ഫിക്സ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. ഇനി കുറച്ച് ചെറിയൊരു പിടി വിലയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ആ ഒരു തല ചൊറിയുന്ന ആള്, അയാൾ കർണാടകക്കാരനാണ്. ആ നിൽക്കുന്ന ശക്തിയുടെ ഒരു വലങ്കായാണ് ഇവിടുത്തെ. ഇതിപ്പോൾ അലസിപ്പോകാനാണ് സാധ്യത. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച പ്രൈസൊന്നും ആയില്ല. ശരി, അപ്പോൾ ഇത് എൻ്റെ ജോലി അവസാനിക്കാറായി. അതായത് ഇവിടെ കർണാടകയിലെ ഈ ഒരു ഷൂട്ടിങ് അവസാനിക്കാറായിട്ടത്. ഇപ്പോൾ ഷൂട്ടിങ്ങിനായിട്ട് ഇവിടെ നിരത്തി നിർത്തിയേക്കാണ് ഈ കാണുന്ന പശുക്കളെല്ലാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കൗ ഡീലർ വാങ്ങിച്ച് നിർത്തിയേക്കണം കേട്ടോ ഈ കാണുന്ന പശുക്കളെല്ലാം. ഇതൊക്കെ നല്ല അടിപൊളി പശുക്കളാണ്. എല്ലാം 25-30 ലിറ്റർ കറക്കുന്ന ഇത് കണ്ട. ആ കാണുന്ന അറ്റം വരെയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട് കേട്ടോ.